സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ ട്യൂബിംഗ്, പിന്നെ നൈറ്റ് പാർട്ടി. അത് കട്ട് ചെയ്യാം. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പറയട്ടെ, അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട് ഗേൾസ് ഇല്ലാത്തതിന്റെ. ഓക്കെ, വെൽക്കം ടു ഹിഡൻ ബാലി എക്സ്പെഡിഷൻ. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ബാലി ഒരു മോട്ടോർ സൈക്കിളിൽ അഡ്വഞ്ചറായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പല ക്യാമ്പയിനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടനവധി ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾ ഈ ഒരു ബാലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആൻഡ് റൈറ്റ് നൗ ഐ എം ഹിയർ അറ്റ് ബാലി. നമ്മൾ ബാലി എയർപോർട്ടിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാലിയിലെത്തി. ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഇവൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള റൈഡേഴ്സിന് എല്ലാവരെയും വെൽക്കം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മളുള്ളത് സൗത്ത് ബാലി സൈഡിലാണ്. ഇവിടുന്ന് നേരെ നോർത്ത് സൈഡിലേക്കാണ്. നാളെ കാലത്താണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒഫീഷ്യൽ ഒരു വാൻ എന്ന് പറയുന്നത്. ഇതാ നിങ്ങൾക്കിവിടെ കാണാം, ബാലി എൻഡ്യൂറോ. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത്. തീർച്ചയായിട്ടും ബാലിയിലെ വ്യത്യസ്തമായിട്ട് നമ്മൾ പലപ്പോഴും ബാലി കണ്ടിട്ടുള്ളത് ബാലിയുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് ബാലിയിൽ ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന, അഡ്രിനാലിൻ പീക്ക് ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ മാക്സിമം എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോരോ ലൊക്കേഷനിലേക്കാണ് നമ്മളെ യാത്ര എന്ന് പറയുന്നത്. സോ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന, റൈഡിങ് ഇഷ്ടപ്പെടുന്ന, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഇനി വരാൻ പോകുന്ന ഓരോ വീഡിയോകളും ത്രില്ലിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എൻ്റെ കൂടെ ഒരു നല്ല ടീം തന്നെ ഉണ്ട്. വിവേകാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡാണ്. ഇപ്പോൾ നിരവധി തവണ ബാലിയിൽ ഇതുപോലെ ഈ ഒരു സ്പോട്ടും റേസ് ഇതുപോലത്തെ റൈഡിങ് ഇവൻ്റൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. കാൻഡിഡൻ്റെ ടീമിലുള്ള, ഗ്രിന്നിങ് മങ്കീസ് ടീമിലുള്ള ഒരാളും കൂടാണ്. കാൻഡിഡയും മാർക്കൊക്കെ അവിടെ ആളുകൾ വെൽക്കം ചെയ്യാൻ വേണ്ടി അകത്ത് പോയിട്ടുണ്ട്. സോ ഹിയർ വി ഗോ. I reached yesterday. ഇന്നിപ്പോൾ നമ്മുടെ ടീം ഓൾമോസ്റ്റ് ഇതവിടെ എത്തി. അവർ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. മാർക്ക് ആക്ച്വലി ടേക്കിംഗ് ദ വീഡിയോ ആൻഡ് കാൻഡിഡ ആൻഡ് വെൽക്കം ഗൈസ് ടു ഗ്രൂപ്പ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സോ ആക്ച്വലി നമ്മളൊരു 4 റൈഡേഴ്സാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദ അതർ റൈഡേഴ്സ് ആർ കമ്മിങ് ബൈ ഈവനിങ്. എനിവേ വി ആർ ഗോയിങ് ടു ദ നോർത്ത് സൈഡ് ഓഫ് ബാലി, റൈറ്റ്? സോ നാളെ നമ്മൾ വോൾക്കാനോസിലാണ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ബാച്ച് ഇവിടുന്ന് മൂവ് ചെയ്യാണ്. ദ അതർ ബാച്ച് ഇസ് കമ്മിങ് ബൈ ഈവനിങ്. അപ്പോൾ അഡ്രിനാലിൻ പാക്ഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. തകർക്ക് നമ്മൾ കാശിഫ് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മുടെ ജിമ്മേറ്റ് ആണ്. സോ വെൽക്കം ടു ബാലി. തകർക്ക് നമ്മൾ. ഓക്കെ കാനഡ, ലെറ്റ് മീ ആസ്ക്, നമുക്ക് പരിചയപ്പെടുത്താം. സോ ഇൻട്രൊഡ്യൂസിങ് കാശി ഫ്രം കാലിക്കറ്റ്, റൈറ്റ്? കാലിക്കറ്റ്. ഇത്ര കുറവ്. സ്റ്റെമിൻ ഫ്രം കണ്ണൂരിൽ നിന്ന് വന്ന കേട്ടോ. സ്റ്റെമിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. സ്റ്റെമിൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പാസ്പോർട്ട് എടുക്കുന്നത്. ഓൺലി ഫോർ ദിസ്, റൈറ്റ്? യെസ് ബ്രോ. വിമൽ, അബുദാബിയിൽ നിന്ന് വന്നിട്ടുള്ള വിമൽ. അമൽ ഫ്രം കൊച്ചി. ദേ ആർ ആക്ച്വലി ബ്രദേഴ്സ്. ബോത്ത് ആർ ഫ്രം UAE. ഒരാൾ അബുദാബിയിൽ ദുബായിലായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള നമ്മുടെ ടീമാണ്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. സ്റ്റേറ്റ്. And as you know that in the next few days we're going to visit almost all of Bali. So today we're going to go to Kintamani, which is Mount Batur is an active volcano. Okay, so tomorrow you're going to be riding on that active volcano. It's a lot of fun. We finally reached the location where we are going to start the enduro ride. You can see a lot of ATV and a lot of enduro bikes behind me. Come on. If someone falls, stop, laugh at them and then pick them up. നമ്മൾ ആ അപ്പിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം.
250 ആണുള്ളത്. ലെറ്റ്സ് ഗോ. How is it? Perfect. How's it going? Yeah, enjoy. Good. ഒരു രക്ഷയില്ല, അടിപൊളി. Yavira. എന്താ terrain, എന്താ view. Super terrain. Look at this. Crazy. അടിപൊളി. ഇത് തുടക്കം മാത്രമാണ്. Yeah. We just stopped for the lunch. The TV is here. And look at the view. നമ്മൾ അടുത്ത ബാച്ച് ഈവനിങ് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്നലെ നൈറ്റിൽ തന്നെ നമ്മൾ ഹോട്ടലിലെത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ യുവർ ഗുഡ് നെയിം ബ്രോ? Ashwin, Hyderabad, and I work with ZF. And this is the first off-road experience for me. It was so nice with so pain, but finally it's so nice. My name is Srijesh Menon, owner of Menon Customs. He is a main motivator and inspiration of mine. I do follow him from 2012. This was a wonderful journey till now, many more to come. And as well as the Greening Monkeys, very well managed everything. Hope for the best. Hi, I'm Roshan Paul. I flew all the way from Dubai. This is my first off-roading bike trip. Ride was very nice. It was really well planned and looking forward for more. Hey, Sharik, aka Funk Slide. I am basically from Kerala. I'm coming from Qatar now. Adventure packed. More to come, more rush to come. സൂപ്പർ. ആസ് ദേ സെഡ്, മോർ ടു കം. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് കോണ്ടന്റുകളാണ് ലൈനപ്പിലുള്ളത്. സ്റ്റേ ട്യൂൺഡ്. This is the second day of riding. We reached Cabana. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് 2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. It's something different. Today we are going to explore in the paddy fields of, properly countryside. Everybody is gearing up. പൊളിക്കാം നമ്മൾ അല്ലേ? പാഡി ഫീൽഡ്സ് റൈഡ് അത് പൊളിച്ചു. പാഡി ഫീൽഡ്സ് ഒരു രക്ഷയില്ല. ഓ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് മൂടി ഇങ്ങനെ കയറി പോവാ. ഓ Next adventure, super. ഏറ്റവും അടിപൊളിയാവാൻ പോകും. നമ്മൾ അടുത്ത പൊളിക്ക്. ആ പോസ്റ്റ് ലഞ്ച് പരിപാടികളാണ് ഇതൊക്കെ. നമ്മളെ കോച്ചാണ് റോഷൻ. ഹി മേഡ് എ ഗുഡ് വീലി. അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പോകുന്നുണ്ട്. ഓൾ സെറ്റ്. നമ്മളെ മെയിൻ ബോസ്. വെൽക്കം ടു ദ തേർഡ് ഡേ ഓഫ് ബാലി എക്സ്പെഡിഷൻ. ഇത് നമ്മളെ 3ാമത്തെ ദിവസമാണ്. നല്ലൊരു അടിപൊളി റിസോർട്ടിലാവട്ടെ ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് അങ്ങനെ ഡോറ് തുറക്കുമ്പോൾ തന്നെ പാഡി ഫീൽഡ്സ് ഒക്കെ കാണാൻ പറ്റുന്ന, നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന വേറൊരു സാധനം. നിങ്ങൾ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന ഒരു ഗംഭീര വ്യൂവും പൂളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ബൈക്കുകളൊക്കെ ഇവിടെ നിരനിരയായി വെച്ചിട്ടുണ്ട്. നിങ്ങളെ എടുത്ത് ഇതാണ് നമ്മളെ വൈക്കുന്ന. ഇതല്ല നമ്മളെ വൈക്കുക. താഴെ കാണുന്ന ദൃശ്യമാണ്. താഴെ നമ്മൾ ഓടിക്കാനുള്ള എല്ലാ ബൈക്കും റെഡിയാണ്. ആൻഡ് ടുഡേ വി ആർ ആക്ച്വലി റൈഡിങ് ടു ബ്രോ ടുഡേ വി ആർ ഗോയിങ് ടു Ulmadi, Technical. So today we need some tough terrain. tough terrain. You want hard terrain. Okay. All riders become very professional now. And he do wheelies very well. Yesterday he is doing really good. He is leading the whole ride. Thank you. Okay.
സോ നമ്മളെ ബൈക്കുകളൊക്കെ അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹീസ് ദ ബോസ് ഓഫ് ബാലി. Thank you. Bali, yeah, Bali. Enduro. He's a very old rider. Yeah. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുകളൊക്കെ അവിടെ വെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Right, this is all. Yes, sir. When we are friends. Yeah. Right. Okay. And that you are. Yes, sir. I see. In young age, he was the hero of Indonesia. But this is really good. We actually wanted to experience more and more like this in our place. Anyway, thank you so much for doing such a wonderful activity. അപ്പോൾ ഇതിങ്ങനെ ബൈക്കുകൾ ഇവിടെ പല സൈസുകൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 150cc ഉണ്ട്, 250 ഉണ്ട്, 300 ഉണ്ട്, 350 ഉണ്ട്. എനി ബൈക്ക് യു നെയിം ഇറ്റ് എവറിത്തിങ് ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല ബൂട്ട് ഇവിടെ എല്ലാ സൈസിലുള്ള ബൂട്ടുണ്ട്. അത് ഏതെങ്കിലും ലൊക്കൽ ഒരാൾക്ക് ബൂട്ടല്ല നിങ്ങൾക്ക് തരുന്നത്. ഈവൻ യു ആൽപിൻസാറിന് ടെക്സാവന് ടെക്കന് ഓണിയൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗേണ് എല്ലാം കിട്ടില്ല ബൂട്ടാണ് ഇവിടെ ഉള്ളത്. എനി സൈസ് യു നെയിം ഇറ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൺ ദ അതർ സൈഡ് നമുക്ക് ഗിയേഴ്സ് വരുന്നുണ്ട്, ആർമേഴ്സ് വരുന്നുണ്ട്. എല്ലാ ആൽപിൻസാറിൻ്റെ നല്ല ആർമേഴ്സ്, അതുപോലെ ഗേസ് ഓവർ ഹെൽമെറ്റ്സ്, നല്ല ഹെൽമെറ്റ്സ്, മോട്ടോക്രോസ് ഹെൽമെറ്റ്സ്, പാഡിങ്, ഡീ പാഡ്സ്, അതുപോലെ ഗോഗിൾസ്, ആൽപിൻസാസിൻ്റെ ലീറ്റ് ഉണ്ട്. ആൻഡ് യു നെയിം ഇറ്റ് എവറിത്തിങ്. നിങ്ങളൊരു എന്തെങ്കിലും ഒരു ആളെ പറ്റിക്കൽ പരിപാടിയല്ല, നല്ല ഗിയേഴ്സാണ് ശരിക്കും പറഞ്ഞത്. ബിക്കോസ് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ഗിവിങ് ദ ബെസ്റ്റ് ആ ഒരു സേഫ്റ്റി സൈഡിലേക്ക്. സോ ആസ് എ സാർ നമ്മൾ ആ ഒരു യാത്ര ആരംഭിക്കാൻ പോവാണ്, തകർക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. റൈഡേഴ്സ് എല്ലാവരും പവർ ഇവിടെ ഇത് ഉഷാറില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനായിട്ട് ഇദ്ദേഹം മേനോൻ കസ്റ്റം ബോംബെക്കാരനാണ്, ബേസ്ഡ് ഔട്ട് ഓഫ് കേരള. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പറയട്ടെ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ബൈക്കിൽ വീണിട്ടുള്ള, അതായത് മനോഹരമായിട്ടുള്ള വീച്ചാണ്. അങ്ങനെ ഭയങ്കര മേജർ ഇഞ്ചുറി ഒന്നുമില്ല, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ വീണ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അത് ഇനി ആരാണ് തകർക്കാൻ പോകണമെന്ന് അറിയില്ല. 2-3 ദിവസമായിട്ട് ഞാൻ പലപ്പോഴും കയ്യിൽ നിന്നൊക്കെ ബൈക്ക് പോകുന്നുണ്ട്, പക്ഷേ അതെങ്ങനെയൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് ഇന്ന് നമ്മൾ 3rd ഡേ കുറച്ചും കൂടെ ഹാർഡ് എൻഡ്യൂറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് അടുത്ത നറുക്ക് ആർക്കാൻ കിട്ടാമെന്നറിയില്ല. സോ ഇനി നമ്മൾ ഗിയർ ചെയ്യാൻ വേണ്ടി പോകും. കുറച്ച് റൈഡേഴ്സ് ഇനി നമ്മൾ വരാണ്ട് 2 കാറിലായിട്ടാണ്. ഫസ്റ്റ് കാർ എത്തിയിട്ടുണ്ട്, അടുത്ത കാർ ഇപ്പോൾ എത്തും. അപ്പോൾ ഗിയറപ്പ് ചെയ്യുക, അടുത്ത പരിപാടിയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. Hey guys, welcome to the 4th day of Grinning Monkeys presents Bali Expedition in association with Bandidos Motorsports and Autonity Bangalore. നമ്മളെ 4ാമത്തെ ദിവസമാണുള്ളത്. ബാലിയിലൊരു മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലാണ്. ഇന്നലെയും അതിൻ്റെ തലേ ദിവസമൊക്കെ ഇവിടെ തന്നെ താമസിച്ചത്. സോ യെസ്റ്റർഡേ വി ഹാഡ് സോ മച്ച് ഫൺ. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഈ റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ലൊക്കേഷനുകളാണ്. അതായത് എടുത്തു പറയേണ്ടത് നമ്മളെ റൈഡിൽ കൂടെ വരുന്ന റൈഡേഴ്സാണ്. അതായത് ഇവിടുത്തെ ഇന്തോനേഷ്യയിലുള്ള ഈ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്. വണ്ടർഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ബൈക്ക് എടുത്ത് ചെയ്താൽ ദേ ആർ ഗിവിങ് യു 100% സപ്പോർട്ട്. ഒരാൾ പോലും പറയുന്നത് ഒന്നും എല്ലാവർക്കും ത്രോട്ടിൽ കുറച്ച് കളിയില്ല ഇവിടെ. ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ദസ് പീപ്പിൾ വണ്ടർഫുൾ സീനാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ നമ്മൾ കാലത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ പോയിട്ടുള്ളതാണ് ഈ റൈഡിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചസ് ആണ്. ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ബീച്ചിൽ നമ്മളങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് നേരെ എന്താണോ നിങ്ങൾക്ക് നിങ്ങളെ ബൈക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുന്നത് യു ക്യാൻ ഡു എവരിതിങ് യു വാണ്ട്. ഒരാൾ പോലും പറയുക നിങ്ങൾ സ്ലോ ആക്കി, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടുകാരൊക്കെ നമ്മളിപ്പോൾ മുഴുത്തനങ്ങാടി ബീച്ചിൽ നമ്മൾ ഒരുപാട് കാറ് കൊണ്ട് ഓടിച്ചിട്ടുണ്ട്, ബൈക്ക് കൊണ്ട് ഓടിച്ചിട്ടുണ്ട്.
കോഴിക്കോട് തന്നെ തിക്കോടി ബീച്ചിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് റൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും അല്ലേ, ഒന്നെങ്കിൽ കോപ്സ് വരുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഭയം. കാരണം ബീച്ച് സൈഡിലുള്ള ആളുകൾ കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും, അവർ ഇങ്ങനെ ബൈക്കിലൊക്കെ അഭ്യാസം കളിക്കാനാണ്. ഇവിടുത്തെ ആളുകൾ ഷെയറിങ് ആണ്, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ദേ ആർ ഗിവിങ് യു നോ ഓൾ ദ പോസിറ്റീവ് വൈബ്സ്. അതുകൊണ്ട് തന്നെ യെസ്റ്റർഡേ നമ്മളെല്ലാവരും വി ഹാഡ് സോ മച്ച് ഫൺ. വണ്ടി എടുത്ത് നന്നായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വീല് ചെയ്യുന്നത്, ഇത്രയും സ്ട്രെച്ച് വീൽ ചെയ്ത്. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീൽ ചെയ്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചാടിച്ചിടുന്നല്ലാതെ ലോങ് വീലിയൊക്കെ ചെയ്യുന്നത് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. എനിക്ക് തന്നെ ഒരു ഭയങ്കര ഇന്നർ ഫീലിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം നമ്മൾ നീന്തലൊക്കെ പഠിച്ച പോലെയാണ്. ഇത് അന്ന് കുറേ വീണ് പഠിച്ച് ഈ സാധനം മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിൽ എവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടൈം വിച്ച് ഐ ഹാഡ് സ്പെൻഡ് ഫോർ മൈ വീലി ലൈഫ്. അങ്ങനെ ഒരു 19 years ഓഫ് വീലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ബാലിയിൽ വരെ എത്തിയിരിക്കുന്നത്. സോ ഭയങ്കര ഇമോഷണലി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ അവിടെ തകർത്ത്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ഹിയർ ഇൻ ബാലി. ഇന്ന് നമ്മൾ ഈ താമസിച്ച ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് ഉണ്ടായത്, റിസോർട്ടിലാണ്. ഫ്രം ഹിയർ വി ആർ ആക്ച്വലി മൂവിങ് ടു, ഇന്ന് ATV അഡ്വഞ്ചർ ഡേ ആണ്. സോ ഓൾ ആർ സെറ്റ്. നമ്മുടെ ടീമിനെ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കാം. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മളിന്ന് ഒരു ATV അഡ്വഞ്ചറിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകണം. ഹിയർ നമ്മളെ വണ്ടി ഇവിടെ ഓൾറെഡി റെഡി ആയി നിൽക്കുന്നുണ്ട്. കാൻഡി, യുനോ യുവർ ഫാൻസ് ആർ സേയിങ് യു ആർ ഓൾവേസ് മിസ്സിങ് ഇൻ ദ വീഡിയോ. വാട്ട് ഡു യു വാണ്ട് ടു സേ? കാൻഡിക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം, കാൻഡിക്ക് ഒരു ഫ്രാക്ചർ ഉണ്ട്. അടിച്ചു പോയിട്ടുള്ളൂ. Assam. See, the best part is when they give the brand name, which is called Grinning Monkeys. After a couple of days, she met with an accident because of a monkey. So it's a big story. We will come up with a different episode. I've been doing these Bali tours for 16 times and I absolutely love it, which is why I want everyone to come and experience it for themselves. Right now I can't ride, I'm sorry, but like in 2 more months I'll be able to ride and show people around these amazing trails. But thank you for joining us, Murshid. So what do you want to say to the people who are planning to come? Who are planning to come. The videos look intimidating, like it looks super hard, but you have to come and experience. Even girls can ride these trails. We've had so many girls come to Bali and ride the trails because these motorcycles are super light. They go through everything. So do not be scared, and we are here to train you step of the way. So you'll have the best time of your life and you become better riders when you go back to India. Yeah. So thank you, Candy, for giving such a wonderful opportunity to my people. Looking forward to, coming up with more. Thank you. Super. Thank you. Trusting us and Yes. All right, guys. So the whole crew said, "Hi, Mark. Where are you?" Yeah. I'm not here. I'm not here officially. Mark is also, not riding with us because he had a fall a couple of days back. Yeah. Cracked rib. Yeah. So don't think it is very hard. they might be getting confused. But when you do stupid things, then you injure yourself. Yeah, you can ride slow, you can ride fast, you can do whatever you want. So it's up to you. Thank you, Mark. Yeah. All right, Vivek, he is leading the entire ride. എന്താണ് നമ്മളെ റൈഡ് ഇവിടെ എത്തി? ഇനി what is the plan? ഇനി എന്താ, നമ്മൾ 3 ദിവസം റൈഡ് കഴിഞ്ഞു. ഇന്ന് ATV സാധാരണ ഒരു ATV ആണെന്ന് വിചാരിക്കാം. ഇന്നും കുറച്ച് അഡ്വഞ്ചറസ് ആണ്. Okay. പിന്നെ ട്യൂബിങ്, പിന്നെ നൈറ്റ് പാർട്ടി. അത് കട്ട് ചെയ്യാം. All right. കുറച്ച് ഫണ്ണൊക്കെ വേണ്ട അല്ലേ? All right, so that's it. We are going. Stay tuned. And you also get a mineral water for the drink. And then finish the break time, you continue the next track. We have a labyrinth track. And then come back to this place. We're going down to pass of the plantation down there. And we also have a mud pedal for finish track. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ബാലി ട്യൂബിങ്. എല്ലാവരും കയറിങ് അപ്പ് ഫോർ ദ ട്യൂബിങ്. ചെരുപ്പൊക്കെ ഉണ്ടാവും. ലൈഫ് ജാക്കറ്റ്. Set for all set, guys. For tubing. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ്
സം ഗുഡ് മൊമെന്റ്സ്. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു പ്രോ റൈഡറോ അല്ലെങ്കിൽ കൂടുതൽ ഓഫ് റോഡ് ബൈക്ക് ട്രിപ്സ് ഒന്നും ചെയ്യുന്ന ആളല്ല. ബട്ട് സ്റ്റിൽ ഇതിലെ അഡ്വഞ്ചറും എസ്പെഷ്യലി ദ വീഡിയോ മുർഷിദ് ഭായിയുടെ കിണ്ണങ്കാച്ചി വീഡിയോ കണ്ടപ്പോഴാണ്, അതിനനുസരിച്ചുള്ള വീഡിയോഗ്രാഫിയും സ്റ്റണ്ടൊക്കെ കണ്ടപ്പോഴാണ് എക്സൈറ്റ്മെന്റ് വന്നത്. ആക്ച്വലി നമ്മളും ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചത് പോണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പിന്നെ മുർഷിയുടെ രണ്ടാമത്തെ വീഡിയോ അത് കണ്ടപ്പോൾ സംഭവം കണക്റ്റായി. പിന്നെ വരാനുള്ള ഇപ്പം തന്നെ കുറേ പേര് ഞങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ കോളേജ് ഫ്രണ്ട്സ് അല്ലെ നമ്മുടെ പാർട്ട്ണർ ടീമുകൾ അങ്ങനെ എല്ലാവരും മെസ്സേജ് അയച്ചു തുടങ്ങി. നമ്മൾ അടുത്ത എന്നാ പോവുക, അടുത്ത എന്നാ ട്രിപ്പ്, ബാലി ഇനി വീണ്ടും പിടിക്കണോ അതോ അടുത്ത സ്ഥലം പിടിക്കണോ എന്നുള്ള ഡൗട്ടുകൾ. അപ്പോൾ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും കഷ്ടിച്ച് നമുക്ക് 3 മണിക്കൂറോടുണ്ട് എനിക്കും ബ്രദറിനും എയർപോർട്ടിൽ നിന്ന് കയറാൻ. അപ്പം ലാസ്റ്റ് ഇനി ഒരു 3 മണിക്കൂറൂടെ ഉള്ളൂ നമ്മൾ ബാലിയിൽ. ബാക്കി എല്ലാവരും 2-3 ദിവസം ഇനിയുണ്ട്. ഞങ്ങളുടെ ട്രിപ്പ് ഇന്ന് തീരുമെന്ന് പറഞ്ഞ് ഇന്ന് നൈറ്റ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ അതൊരു ലോസായി പോയി. പിന്നെ ഇവരെ ഹോസ്റ്റിങ്ങും നല്ല അടിപൊളി ഹോസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ ഇപ്പോൾ പാക്കേജൊക്കെ നോക്കണേ നമ്മളെ ഫുഡ് എന്താ നമുക്ക് വേണ്ടി അതാണ് നമ്മൾ ഓർഡർ ചെയ്യണം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ബഫറ്റ് ഇതാക്കുക നമ്മൾ ഇഷ്ടം അങ്ങനെയല്ലല്ലോ. അവിടെ ഉള്ള സാധനം എടുക്കുക. അതിലുപരി നമുക്ക് എന്താ വേണ്ടി നമ്മളെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവരെ അറേഞ്ച്മെന്റ് ചെയ്യണത്. അതാണ് എനിക്ക് ഭയങ്കര ലൈക്കായത്. ഒരു കോസ്റ്റ് ഒരിക്കലും സെയിം അല്ല. കോസ്റ്റ് നമ്മളെ അറേഞ്ച്മെന്റ് അങ്ങനെ അതിനനുസരിച്ച് കോസ്റ്റ് ഇങ്ങനെ മാറി മാറി കഴിക്കും. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഈ വക കാര്യങ്ങൾ. ചില ആൾക്കാർക്കുണ്ട്, ഓരോരുത്തർ പോകണ കാണുമ്പോൾ നമുക്കും അതേപോലെ ചെയ്താൽ നല്ലതായിരിക്കും എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. മുർഷിദ് എന്ന് പറഞ്ഞ ആള് ഗ്രൗണ്ട് ലെവൽ തുടങ്ങി ഈ ലെവൽ വരെ എത്തിക്കണേ. അപ്പോൾ ആള് എല്ലാം അറേഞ്ച് ചെയ്യണത് പ്രോപ്പർ എല്ലാവരുടെ കൺസേൺസും സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ആര് വന്നു കഴിഞ്ഞാലും ഇനി ഏത് പുതിയ ട്രിപ്സ് അവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളൊരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാവരുടെ സൈഡിലേക്കും ഉണ്ടാവും. ഈ മൊത്തം ട്രിപ്പ് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. Thank you so much Alternative Bandidos and Grinning Monkeys for arranging this amazing trip. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ ഈ ട്രിപ്പിന് വരാനുണ്ടായ ഒരേ ഒരു കാരണം ബൈക്ക് റൈഡ് മാത്രമാണ്. അപ്പം ഇത് ഇങ്ങനെ മുർഷിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നത്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പാസ്പോർട്ട് എടുക്കുന്നത്. എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈക്ക് റൈഡ് ഉണ്ട് എന്നുള്ളൊരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അതെന്നെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടെറൈൻസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനോ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ടെറൈൻസ് ആണ് നമുക്ക് റൈഡ് ചെയ്യാനുണ്ടായിരുന്നത്. ഇവർ ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ടീവായിട്ട് ഇവിടെ ലോക്കലി ഉള്ള 3 ആൾക്കാരുണ്ടായിരുന്നു ബൈക്ക് ഓടിക്കുന്ന സമയത്തേക്ക്. അവർ വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ അവർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വരെ നമ്മൾ പോകേണ്ട വഴി അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. വേറൊരു സ്ഥലത്തും ഇത്രയും സേഫ്റ്റി അവർ നമ്മുടെ സേഫ്റ്റി നോക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. പിന്നെ ഈവൻ നിങ്ങളൊരു പ്രോ ബൈക്കറൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം അവർ നമ്മളെ അത്ര കെയർ ചെയ്തോളും. അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. അടിപൊളി ഗ്രൂപ്പായിരുന്നു. സൂപ്പർ എനർജി. എല്ലാവരും സൂപ്പർ റൈഡേഴ്സും ആയിരുന്നു. നമ്മൾ ചിലവർ ആക്സസ് മാത്രം ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോലും എല്ലാ ടെക്നിക്കൽ ടെറൈൻസാണ് ചെയ്തത്. ആസ് എ ഗ്രൂപ്പ് നമ്മളെ കൂടെ ഉണ്ടായ ലോക്കൽ ഗൈഡ്സും ഫസ്റ്റ് സെഷൻ ഓഫ് റൈഡിങ് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എല്ലാവരും നല്ലോണം ഓടിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് ടഫർ ട്രെയിൽസിൽ പോകാന്നൊക്കെ പറഞ്ഞു. ഇത് അടിപൊളി ഗ്രൂപ്പായിരുന്നു. നമ്മൾക്ക് ബാലി തന്നെ ഇപ്പോൾ കുറേ എൻക്വയറീസ് ഉള്ളതുകൊണ്ട് നമ്മൾ 27 ജൂലൈന് ഒരു റൈഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകൾ വരാം. I just started making friends and formed a nice friendship with them, and they're already leaving. It's like too soon. I hope they come back and ride with us, and I hope I am ready to ride with them. So I'm looking forward to that. Are you inviting them for your next ride to Mongolia? Yes, Mongolia and Japan, and there's so many countries around the world. Like I've been to 45 countries on my motorcycle, and I want people to experience all these countries on a motorcycle as well too, which is why we're doing these tours. So if all of you all come to more countries with us, that would be awesome. Thank you Murshid for being here. Because of you all of these guys are here, so I'm super grateful for that. Thank you. Super pleasure, my pleasure. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്നോ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ
നമ്മൾ ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യണം. അത് നമുക്ക് കുറച്ചും കൂടെ ആരോഗ്യമുള്ളപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ പണ്ട് നമുക്ക് റേസ് ഓടിക്കണം അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കണം, റൈഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഇന്ന് ഈ റൈഡിൽ വന്നു എന്നുള്ളതാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം പോയി കുടുംബത്തിനും എവിടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോൾ നമ്മൾ 25-ാം വയസ്സിൽ ആഗ്രഹിച്ചത് 30-ാം വയസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നമ്മൾ 35-ും 40-ാം വയസ്സിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത്. അതേപോലെയാണ് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് എൻജോയ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചെയ്യാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്ന പല ഒബ്സ്റ്റിക്കിളും കടന്നിട്ടാണ് അവർ ഒരു ഫുൾ എനർജറ്റിക് ആയിട്ട് ഈ ഒരു യാത്ര, ഈ ഒരു റൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങളെ വണ്ടി ഭ്രാന്ത് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു. എനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പലരും ഈ റൈഡിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്കൊന്നും സാധിച്ചില്ല. പല ആളുകളും ഇപ്പോൾ ശരിക്കും ഈ റൈഡിൽ വന്നിട്ടുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് മോർ ദാൻ 8 ആളുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകളുടെ ജീവിതത്തിലേക്കെങ്കിലും ആ ഒരു ഫീല്, ആ ഒരു ഇമോഷൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. സോ ലൈക്ക് ഐ സെഡ്, ഈ റൈഡ് കൊണ്ട് കൂടി ഇത് അവസാനിക്കുന്നതല്ല. വി ഹാവ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രീനി മങ്കീസ്. സോ there are a lot of other rides we are planning because this is something very different guys. പൈസ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഡെഫിനറ്റ്ലി ഓടണം. കുറേ വർഷമായില്ല നമ്മളൊക്കെ ഓടുന്നത്. നമ്മളെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് എന്താണ്, ഈ ആരോഗ്യമുള്ളപ്പോഴല്ലേ ഈ ബൈക്കൊക്കെ കൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പൈസ നമുക്കൊരു സൈഡിലുണ്ടാവും, പക്ഷേ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കുറച്ച് പൈസയൊക്കെ നമുക്ക് മാറ്റിയേക്കാം. വർഷത്തിൽ 2 പൊളി ഇങ്ങനെതായിക്കോട്ടെ. കുറേ ക്ലബ്ബിൽ പാർട്ടിയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എനർജി നൽകാന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാവുന്ന, നമ്മൾ തന്നെ അച്ചീവ് ചെയ്തു എന്നൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ വി റിയലി ഫീൽ ഒരു അപാര പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി കൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ നല്ല അതായത് ആക്റ്റീവായിട്ട് ഒരുപാട് പുതിയ ഐഡിയകളുമായിട്ട് എനർജറ്റിക് ആയിട്ട് പുതിയ കാര്യങ്ങളും കൂടെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഉറച്ച വിശ്വാസം എനിക്കുണ്ട്.